കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള KLTUK എക്സ്പെഡീഷൻ യാത്ര ഇപ്പോൾ നമ്മുടെ 31ാമത്തെ രാജ്യം, അതായത് KLTUK യാത്രയുടെ 31ാമത്തെ രാജ്യമായിട്ടുള്ള ഇറ്റലിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഗ്രീസിൽ നിന്നും 16 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓവർനൈറ്റ് ഫെറി കപ്പലിൽ കയറിയാണ് നമ്മളിപ്പോൾ ഇറ്റലിയിലേക്ക് വന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലെ ബാരി എന്ന് പറയുന്ന ഒരു പോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ഫെറി ക്രൂസ് ഷിപ്പുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇറ്റലിയുടെ മുകളിൽ നിന്ന് താഴെ വരെ ഒരു സ്ഥലത്തേക്ക് പോകണം. എന്തിനാണെന്നറിയോ? നമുക്ക് മാൾട്ടയ്ക്ക് പോകണം. മാൾട്ട എന്ന് പറയുന്നത് ഇറ്റലിയുടെ താഴെയുള്ളൊരു കുഞ്ഞ് ഐലൻഡാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് എങ്ങനെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം യാത്ര ചെയ്യണം, എന്നാലേ അവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം ഇത് വിമാനമല്ലല്ലോ, ബസ്സും ട്രെയിനൊക്കെ എടുത്ത് പോകണ്ടേ. എന്തായാലും ഇറ്റാലിയൻ ഗ്രാമങ്ങളിലൂടെ, നിങ്ങൾ ഇതുവരെ കാണാത്ത ഇറ്റാലിയൻ നഗരങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. KLTUK പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബസ് ഫ്രീ ഷട്ടിൽ ഹൈ ഇത് പോകുന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വണ്ടിയാണോ ഇത്? ഹൈ ട്രെയിൻ സ്റ്റേഷൻ Centro Bari? സെൻട്രൽ ബാരി റെയിൽവേ സ്റ്റേഷൻ. Da qui il bus C50. ഓക്കെ Da qui 20 minuti gira prende Centro Bari. സോ ഐ കം. No questo. Tra un po'. ഓക്കെ Mezz'ora C50 il bus. Del Centro Bari. ഓക്കെ O stazione marittima. ഓക്കെ സോ ഐ ഗെറ്റ് No. നോ Lì dove devi andare? Lì dove? നോ ഇംഗ്ലീഷ് നമ്പർ 50 ബസ് 50. Sì. 50. Dopo, più tardi. ഹിയർ Questo no, qua. ഇവിടെ ഓക്കെ 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 താങ്ക് യു. പുള്ളി പറഞ്ഞത് 20 മിനിറ്റ് കൂടുമ്പോഴത്തേക്കിനും ഇവിടെ നിന്നും സെൻട്രൽ ഭാഗത്തേക്ക് ഒരു ബസ് വരും. ആ ബസ് 50 നമ്പർ ബസ്. അത് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ആ ബസ് കയറി പോയാൽ മതി. അപ്പോൾ നിനക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് രാവിലെ ഇവിടെ നിന്ന് 9:50 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അതെനിക്ക് മിസ്സായി. ഇനിയിപ്പോൾ ആ ട്രെയിൻ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആക്ച്വലി ഇന്ന് വൈകിട്ട് മറ്റേ അടുത്ത ഫെറിയുടെ അടുത്തെത്തായിരുന്നു. പക്ഷേ അത് മിസ്സായി. ഇനിയിപ്പോൾ വേറെ എങ്ങനെയാണെന്ന് വെച്ചാൽ തപ്പി പിടിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, 1-2 പേരുണ്ടായിരുന്നു. ഒരു പ്രായമായിട്ടുള്ളൊരു കപ്പിളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്നെ പോലെ ബാക്ക് പാക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബസ് വന്നു, 50 നമ്പർ ബസ്. ഇതെങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക? ടിക്കറ്റ് വാലിഡേഷൻ ചെയ്യാൻ പറ്റുമോ? യെസ്, വാലിഡേറ്റ് ചെയ്തു. ഞാൻ ടാപ്പ് ചെയ്ത് വർക്ക് ചെയ്തു. ഈ പുള്ളിക്കാരി ഉണ്ടാവും. ഇവർ ഈ പട്ടിയുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവരൊറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, അവരവരുടെ പട്ടിയുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവർ ഓസ്ട്രിയക്കാരിയാണ്, വിയന്ന എന്നുള്ളവരാണ്. അവരിങ്ങനെ ഫെറി എടുത്ത് എന്നെപ്പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു. ഇനിയിപ്പോൾ അവർ ഇന്ന് ബൊളോന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്ന് പിന്നെ നാളെ അവർ ട്രെയിനിൽ കയറി വിയന്നയിലേക്ക് പോകും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലി എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവൊക്കെ. അവർ നല്ല പ്രായമുള്ളവരാണ്. അവരും ബാക്ക് പാക്കൊക്കെ ചെയ്ത് നടക്കുകയാണ്. ഈ ബാരി അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കേട്ടോ. എനിക്ക് ഈ ഇതിലിങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് പുറത്തെ വിഷ്വലൊന്നും എടുക്കാൻ പറ്റുന്നില്ല. പോലീസിന് ബൈക്കൊക്കെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ? എന്ത് നല്ല കിടിലൻ കെട്ടിടങ്ങളാണെന്ന് നോക്കിയാൽ, നല്ല റിച്ച് കെട്ടിടങ്ങൾ. നമ്മളിപ്പോൾ ഇറ്റലിയിലാണ്. ഇനി മുതൽ നല്ല കിടിലൻ ഫുഡ് കഴിക്കുക. പിസ്സ, പാസ്ത. ഞാൻ അങ്ങനെ ഇവിടെ ബാരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഈ കാണുന്ന ബസ്സിൽ ബാരി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറ്റലിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തെ ഇതിനു മുമ്പ് നമ്മൾ പണ്ട് ട്രിപ്പ് അടിച്ച സമയത്ത് നമ്മൾ റോമിലും അതേപോലെ തന്നെ പിസ എന്ന് പറയുന്ന അവരുടെ സ്ഥലത്ത് പോയിട്ട് പിസ ടവറൊക്കെ കാണാനൊക്കെ പോയിരുന്നു. ഇറ്റലിയിൽ ഇതിനു മുമ്പ് രണ്ട് സിറ്റിയാണ് നമ്മൾ കവർ ചെയ്തത്. ഈ ഒരു യാത്രയിൽ നമ്മൾ ഇപ്പോൾ ഇത്തരത്തിൽ വന്ന് ബാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ല കിഡിലൻ ഒരു ഫൗണ്ടൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം അല്ലേ? എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് റിയലി ഗുഡ്. നല്ല വൃത്തിയുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ അകത്ത് പോയിട്ട് നമുക്ക് ട്രെയിന് ഞാൻ നോക്കിയപ്പോൾ 10:45 കണ്ടു. അതിന് മുമ്പ് അതിൽ ഫുഡ് കഴിക്കണം. ഇറ്റലിയും ഈ പറയുന്ന പോലെ മൈഗ്രൻസിൻ്റെ ഒരു കിഡിലൻ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശികളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന മൈഗ്രൻസ് എന്ന് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യം ടിക്കറ്റ് എടുക്കാം. ഇതാണ് ബാരി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ബാരി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് മിലാനോ, ഫസാനോ, ബർലെറ്റ, പിന്നെ അങ്ങനെ റോമ, അങ്ങനെ പല സ്ഥലത്തേക്കും ഇവിടുന്ന് ട്രെയിനുകളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആശുപത്രി പോയി ടോക്കൺ എടുക്കുന്ന പോലെ ടോക്കൺ എടുത്ത് നിൽക്കണം. ടോക്കൺ എടുത്ത് ഞാൻ നിൽക്കുകയാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇവിടെ ഇതൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടോക്കണൊക്കെ എടുത്തിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ ആദ്യമായിട്ടാണ് വരുന്നത്. ഐ ഹാവ് യുറേൽ പാസ്
Yeah. So I need tickets for, seat reservations for these 2 trains. So I go to Taranto from here, and from there I need to go to Siracusa. So connecting train, yeah. The set. I understood, yeah. You already have the time, yeah? Yes, yes. The time. Yeah, enough time. നല്ല സ്റ്റാഫ് €6 കൊടുക്കേണ്ടി വന്നെനിക്ക് ഇവിടെ. നമുക്കിവിടെ നിന്ന് 9ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ പിസ്സ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ പിസ്സ കഴിക്കണ്ട, അത് നമുക്ക് ഉച്ചയ്ക്ക് പിസ്സ കഴിക്കാം. നമുക്ക് ഇപ്പോൾ ട്രെയിനിൽ കയറിയിരിക്കുക. രാവിലെ കപ്പലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് €10 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇറ്റലി ഈസ് ഇംപ്രസീവ്. അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഇവിടെ കിട്ടുന്നത് കണ്ട്, ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർപാസ്സാണ്, കണ്ടില്ലേ എത്ര നീറ്റാണ്, എത്ര ക്ലീൻ ആണെന്നൊക്കെ ഉണ്ട്. അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമുക്ക് 9ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ഇവിടുന്ന് പിന്നെ ആരും മുറുക്കിത്തുപ്പിയിടുന്നില്ലല്ലോ. മുറുക്കിത്തുപ്പിയിടുന്ന പരിപാടിയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ടൊരു പരിപാടി എന്ന് പറയുന്നത്. പാട്ടൊക്കെ ഉണ്ടല്ലോ. 9ാമത്തെ പ്ലാറ്റ്ഫോം മേളിലോട്ട് പോകാനായിട്ട് ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, പിന്നെ സ്റ്റെപ്പും ഉണ്ട്. കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് സ്റ്റെപ്പ് കയറാം. ശരിക്കും എനിക്കിവിടെ €6 കൊടുക്കേണ്ടി വന്നത് സീറ്റ് റിസർവേഷന് വേണ്ടിയാണ്. അതായത് ലോക്കൽ ട്രെയിനിൽ നമുക്ക് യൂറെയിൽ പാസ് ഉള്ളവർക്ക് സീറ്റ് റിസർവേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ റീജിയണൽ വലിയ ട്രെയിനുകൾക്ക് സീറ്റ് റിസർവേഷൻ വേണം. അപ്പോൾ അതിന് ചില രാജ്യങ്ങളിൽ നമുക്ക് യൂറെയിൽ പാസ് ഉണ്ടെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. വാവ്, ദിസ് ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ. ഡു നോട്ട് ക്രോസ് ദ റെയിൽവേ ലൈൻസ്, യൂസ് ദ സബ്വേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഓല കിട്ടിയില്ല ട്രെയിൻ. എനിക്ക് ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. ഇത് ആൽസ്റ്റോം കോച്ചാണ്. ആൽസ്റ്റോം നിർമ്മിത കോച്ചുകളാണ്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരതൊക്കെ പോലെ തന്നെ ഫ്രണ്ടിൽ മെട്രോ ട്രെയിനൊക്കെ ഓടുന്ന പോലെ തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ട്രെയിനാണ്. 9ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ ട്രെയിനിൽ കയറി 1.5 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യണം. ഈ ട്രെയിനിൽ ആക്ച്വലി സീറ്റ് റിസർവേഷൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ലോക്കൽ ട്രെയിനാണ്. ഇത് 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അവിടെ നിന്നാണ് ഇന്ന് മൊത്തം ട്രെയിൻ യാത്രയാണ് കേസ്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയായില്ലേ. ഞാൻ രാത്രി 10:45 ഞാൻ സിറാക്കുസ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയുള്ളൂ. അവിടെ നിന്ന് വീണ്ടും പോകണം ഫെറി എടുക്കണമെങ്കിൽ, മാൾട്ടയ്ക്കുള്ള ഫെറി എടുക്കണം എന്നുണ്ടെങ്കിൽ. അയ്യോ, മാൾട്ട ഒരു ഒറ്റ പോക്കിന് വേണ്ടി ഞാൻ ഏകദേശം 800 കിലോമീറ്റർ ഇവിടെ നിന്ന് താഴേക്ക് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. അത്രയും ദൂരമുണ്ട്. മാൾട്ട ഒരൊറ്റ രാജ്യം പോകുന്നതിന് വേണ്ടി മാത്രമാണ് അത്രയും സമയം നമുക്ക് വേണ്ടത്. ഇത് കണ്ടോ, റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ സംഭവം കണ്ടില്ലേ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എത്ര എണ്ണം ഇവിടെ പ്ലാറ്റ്ഫോമിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്നറിയാമോ. ഇവിടെ തണുപ്പൊക്കെ കുറഞ്ഞു കേട്ടോ. ഇവിടെ ഇപ്പോൾ 11-12 കാലാവസ്ഥ. ശരിക്കും ഈ ജാക്കറ്റ് ഇട്ട് കുറച്ച് നേരം അകത്ത് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ചൂടെടുക്കും. കുറച്ചല്ല, അകത്ത് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് രീതിയിൽ വ്യത്യാസം വന്നു ഈ ഭാഗത്തേക്ക്. താഴേക്ക് വരുമ്പോഴത്തോളം നമ്മൾ മുകളിലല്ലേ തണുപ്പ്, ആർട്ടിക്കിൻ്റെ ഭാഗത്തല്ലേ തണുപ്പ് കൂടുതൽ. ആർട്ടിക്കിന് ദൂരേക്ക് മാറുമ്പോഴത്തേക്കിനും തണുപ്പ് കുറയുമല്ലോ. യെസ്, അങ്ങനെ നമ്മൾ ട്രെയിനിൽ വന്നു, ട്രെയിനിൽ കയറി. ഇത് അടിപൊളി ട്രെയിനാണല്ലോ. ഇവിടുത്തെ ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ ട്രെയിനുകളല്ലേ നമ്മൾ കണ്ടത്. നമുക്ക് മുകളിലിരിക്കാം അല്ലേ, മുകളിലിരിക്കാം. ഇതൊക്കെ ഇവരുടെ ലോക്കൽ ട്രെയിനാണ് കേട്ടോ. എന്ത് വൃത്തിയാണ് നോക്ക്, എന്ത് നീറ്റാണ്, എന്ത് ക്ലീനാണല്ലേ. രക്ഷയില്ല, കൊതിയ ഒന്ന് കണ്ടിട്ട്. നല്ല സീറ്റ്, നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ വിമാനത്തിലെ സീറ്റ് പോലെ ഉണ്ട്. ഇതെന്താണ്, മറ്റേ വേസ്റ്റ് എന്തെങ്കിലും ഇടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം, പിന്നെ ഇവിടെ ചാർജ് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ബൈസൈക്കിളും കൊണ്ട് ട്രെയിനിൽ പോകുന്നത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ബൈക്ക്, ഈ ബൈക്ക് ആണെങ്കിലും സാധാരണ ബൈക്കാണെങ്കിലും നമുക്കത് ട്രെയിനിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം ഇവർ കൊടുക്കും. ഇവിടെ ഓരോ ട്രെയിനിലും ഇത്ര ബൈക്കുകൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇത് കണ്ടോ, ചാർജിങ് സ്ലോട്ട്. ഇതെന്താണെന്നറിയോ, നമ്മുടെ ഇലക്ട്രിക് ബൈക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ്. അത് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് ഇലക്ട്രിക് ബൈക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം ട്രെയിനിൽ. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് നീ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കും എടുത്തുകൊണ്ട് നീ വേറെ എവിടെയെങ്കിലും പോയി അവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ യാത്ര ചെയ്ത് പൊക്കോ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിക്കേ, ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. എനിക്കൊന്ന് ബൈക്ക് കൊണ്ടുപോകുന്നതിന് വേറെ പൈസ ഒന്നും വാങ്ങുന്നില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഇലക്ട്രിക് ബൈക്കൊക്കെ ഉണ്ട്, അത് ട്രെയിനിനകത്ത് വെച്ച് ചാർജ് ചെയ്യാം. അങ്ങനെ എന്തോരം സൗകര്യങ്ങളാണ് ഓരോ നാട്ടിൽ സർക്കാരുകൾ, ഗവൺമെൻറ്റുകൾ മനുഷ്യർക്ക് കൊടുക്കുന്നതല്ലേ, അവിടുത്തെ പൗരന്മാർക്ക് കൊടുക്കുന്നതല്ലേ. ഇത്രയും നാളും നമ്മൾ യാത്ര ചെയ്ത ട്രെയിനിലെല്ലാം ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും ഹീറ്റിംഗ് സിസ്റ്റം ഇല്ല. ഇവിടെ എല്ലാം മറ്റേ കൂളിംഗ് AC സിസ്റ്റമാണ്. കാരണം ഇവിടെ ഒന്നും അത്ര വിൻ്റർ വരുന്ന സ്ഥലമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂളിംഗ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. അടിപൊളി അല്ലേ, ഓരോ നാട്ടിലൊരു രീതിയിലനുസരിച്ച് മാറുന്നില്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വന്ദേ ഭാരതല്ലേ കശ്മീരിലേക്ക് പോകുന്നത്, അതിനും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇറ്റലി എന്ന് പറയുന്നത് റെയിൽവേ നെറ്റ്വർക്കും കൊണ്ട് വെൽ കണക്റ്റഡ് ആണ്. അതായത് ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയ്ക്കും നമുക്ക് ട്രെയിൻ എടുത്ത് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇറ്റലിയുടെ ഒരു പ്രത്യേകത. ഫാസ്റ്റ് ട്രെയിൻ, അതായത് ബുള്ളറ്റ് ട്രെയിൻ, ലോക്കൽ ട്രെയിൻ, റീജിയണൽ ട്രെയിൻസ്, അങ്ങനെ സ്ലീപ്പർ ട്രെയിനുകൾ, അങ്ങനെ പലതരത്തിലുള്ള ട്രെയിൻ
ട്രെയിനുകൾ ഇറ്റലിയുടെ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന മാൾട്ട റൂട്ടിൽ കപ്പലിൽ കയറി പോകുന്ന ട്രെയിൻ വരെയുണ്ട്. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഈ ട്രെയിൻ മൊത്തത്തിൽ കപ്പലിൽ കയറിക്കൊണ്ട് പോകും. ഇവിടുത്തെ ഈ ലോക്കൽ കുഞ്ഞ് ട്രെയിൻ 135 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ്, നമ്മുടെ മെമ്പു പോലത്തെ 135 km/h. യൂറോപ്പിലെ എല്ലാ ട്രെയിനുകളിലും ട്രെയിൻ അറ്റൻഡർമാരുണ്ടാവും. അത് ട്രെയിൻ അറ്റൻഡർ എന്ന് പറയാൻ പറ്റില്ല, ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ഉണ്ടാവും. അതായത് നമ്മൾ ട്രെയിനിൽ കയറി കഴിയുമ്പോഴത്തേക്കിനും ഇയാൾ വന്ന് ഓരോ തവണ കയറുന്ന ആളുകളുടെയും ടിക്കറ്റ് പരിശോധിക്കും. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ അവർ ടിക്കറ്റ് തരും, അല്ലെങ്കിൽ ഫൈൻ എന്താ പരിപാടി എനിക്കറിയത്തില്ല. അവർ ടിക്കറ്റ് എല്ലാം എപ്പോൾ ട്രെയിനിൽ കയറിയാലും ടിക്കറ്റ് പരിശോധിക്കാൻ ആൾക്കാർ വരും. അത് ഏത് ട്രെയിനിൽ കയറിയാലും. ട്രെയിനിൻ്റെ 2 സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒലീവ് മരങ്ങളുടെ തോട്ടങ്ങളാണ്. അത് ഒലീവ് തോട്ടങ്ങളാണ്. ഒലീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് ഇവിടേക്ക്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒലീവ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് സ്പെയിനാണ്. 2ാം സ്ഥാനമാണ് ഇറ്റലിക്ക്. 3ാം സ്ഥാനം നമ്മൾ നേരത്തെ വന്ന ഗ്രീസ്. അതാണ് നമ്മൾ ഇത്രയധികം ഒലീവ് മരങ്ങളും ഒലീവ് തോട്ടങ്ങളും ഇവിടെ എല്ലാം കാണുന്നത്. ഈ ഒലീവ് മാത്രമല്ല, ഒലീവ് ഓയിലും അങ്ങനെയുള്ള പല സംഭവങ്ങളും. ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ പാചകത്തിന് ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിൽസ് ആണല്ലോ. ഈ യൂറോപ്പ് മൊത്തം ഒരുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം ആക്ച്വലി കരുതിയത്. പക്ഷെ അല്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തമായ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെ കാണുന്നത്. നോക്ക്, എന്ത് രസമാണിത് കാണാനായിട്ട്. നല്ല പുൽത്തകിടികൾ, അത് പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണത്. കൊള്ളാല്ലേ, നമ്മുടെ നാട്ടിലെ പാടങ്ങളൊക്കെ പോലെ ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും. ഈ ട്രെയിനിനകത്ത് ഇരുന്ന് തണുത്തിട്ട് ഞാൻ വീണ്ടും ജാക്കറ്റ് എടുത്തിട്ട് എന്താ അവസ്ഥ. ഇനി എന്താ പ്രശ്നം അറിയോ, എൻ്റെ കയ്യിലുള്ള ജാക്കറ്റ് എല്ലാം ഒത്തിരി തണുപ്പ് തിടേണ്ട ജാക്കറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ 10, 12, 15 ഒക്കെയാണ്. അവിടെ ഈ ജാക്കറ്റ് ഇട്ടാൽ ചൂടെടുക്കും. അതാണ് പ്രശ്നം. എൻ്റെ അങ്ങനത്തെ ജാക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ടറൻറ്റോ എന്ന് പറയുന്ന മറ്റൊരു സീ സൈഡ് ഒരു സിറ്റിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇനി 1 മണിക്കൂർ സമയം എനിക്ക് പോസ്റ്റാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിൻ. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നില്ലേ, ഇതിനെ ഇവർ റീജിയണൽ ട്രെയിൻ എന്നാണ് പറയുന്നത്. റീജിയണൽ ട്രെയിൻ, അതായത് ഇപ്പോൾ നമ്മൾ 120 കിലോമീറ്റർ ദൂരം ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമുക്കിനി പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. ഉച്ചയായി. ഇനി 1:10 ഇനി അടുത്ത ട്രെയിൻ എനിക്കുള്ളത്. ഇതൊരു ചെറിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു, ചെറിയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും ഇതാണ് അവസ്ഥ. എന്തായാലും 1 മണിക്കൂർ സമയമുണ്ട്. ഇവിടെ ടറൻറ്റോ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ടറൻറ്റോ എന്ന് പറഞ്ഞിട്ട്. ടറൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ കുറേ ബസ്സുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കിനും നിയർ ബൈ റെസ്റ്റോറൻറ്റൊക്കെ ദൂരെയാണ് കാണിക്കുന്നത്. നിയർ ബൈ ഇല്ല. എന്തോരം ബസ്സുകളാണ് ഇവിടെ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പോകുന്നത്. എന്തോരം ബസ്സുകളാണെന്ന് അറിയാം. ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. സാധാരണ റെയിൽവേ സ്റ്റേഷനടുത്ത് എന്തെങ്കിലുമൊക്കെ ഫുഡ് സ്പോട്ടൊക്കെ കാണാണ്ടല്ലേ, ഇത് ഒന്നും കാണുന്നില്ല. എന്താണെന്നോ എനിക്കറിയത്തില്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്തൊന്നും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിവിടെ കുറേ നടക്കുന്നു, ഒരു കുന്തം കാണുന്നില്ല. ഇതൊരു വല്ലാത്ത സ്ഥലം കേട്ടോ ഇത്. അതായത് എന്ത് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പണ്ട് ഡമൻ ആൻഡ് ഡിയു പോയ ഓർമ്മയാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഡമൻ ആൻഡ് ഡിയുവിൽ നമ്മൾ ഡിയു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ ഇവിടെയൊക്കെ കാണുമ്പോഴത്തേക്കിനും. ഇത് ചെറിയൊരു പോർട്ടൊക്കെ ഉള്ള, പക്ഷേ വലിയ പോർട്ടല്ല, ചെറിയൊരു പോർട്ടൊക്കെ ഉള്ളൊരു സിറ്റിയാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി വെള്ളം. ഇവിടെ കുറേ ചെറിയ ബോട്ടുകളും അതേപോലെ തന്നെ യാട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പുറത്ത് ഇതൊരു പഴയ നഗരം കേട്ടോ. ഓൾഡ് സിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം കാണുന്നതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്. അവിടെയൊക്കെ കണ്ടില്ലേ, നല്ല പഴഞ്ചൻ കെട്ടിടങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ബോട്ടുകളൊക്കെ നല്ല പുത്തൻ ബോട്ടുകളാണല്ലോ. കൊള്ളാം അല്ലേ. എനിക്ക് നല്ല പിസ്സ കഴിക്കണമെന്നുണ്ട്. അതൊന്നും കാണുന്നില്ലല്ലോ. സാറ് ഇവിടെയൊക്കെ കാണണ്ട. എവിടെയാണ് ഇതിൻ്റെ റൈറ്റ് സ്പോട്ട് കിട്ടുന്നില്ല. ഇവിടെ കട പോയിട്ട് എല്ലാം എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനിങ്ങനെ നടന്ന് ഇവരുടെ ഏതോ ഒരു ഓൾഡ് ടൗൺ ഏരിയയിൽ എത്തി കേട്ടോ. നമുക്കിനി ഒരു 1/2 മണിക്കൂർ സമയമുണ്ട്. 1/2 മണിക്കൂറിൽ നമുക്ക് എന്തെങ്കിലും നൈസായിട്ട് ഫുഡോ വല്ലതും ഒപ്പിച്ചിട്ട് പോകണം. പിന്നെ ഇതുപോലെ കാണുകയും ചെയ്യാമല്ലോ. ഇത് കൊള്ളാമല്ലോ. നമ്മൾ ഈ പഴയ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ കുറേ കെട്ടിടങ്ങളൊക്കെ, അതുപോലത്തെ സെറ്റപ്പ്. ഇതൊരു ബാറ്. പിന്നെ ഇതൊരു പഴയ ഒരു ബെൽ ടവർ പോലത്തെ ഒരു പള്ളി പോലെ ഉണ്ട്. പക്ഷേ ഒരു പഴയൊരു ബെൽ ടവർ പോലത്തെ ഒരു സംഭവം. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, പഴഞ്ചൻ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ലിറ്ററലി പഴഞ്ചൻ കെട്ടിടങ്ങൾ. ഇത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. എൻ്റെ അമ്മ, ഇതൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത്? എനിക്ക് മേ ബി ഇതൊക്കെ ആളുകളുടെ വീടുകളൊക്കെ ആയിരിക്കാം. ഈ നാട്ടിൽ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലയാവും. ഇതെന്തോ പടി ഇത്. അമ്മേ, പട്ടി പേടിച്ചു പോയി. അയ്യോ, ഓടി വരുന്ന കണ്ടപ്പോഴേ പട്ടി ഓടറേ, എൻ്റെ അടുത്ത് വരരുത്, പൊക്കോളം. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ മട്ടാഞ്ചേരി പോയൊരു ഫീല് അല്ലേ. നമ്മൾ മട്ടാഞ്ചേരിയിലൊക്കെ പോകുമ്പോൾ, മട്ടാഞ്ചേരി പിന്നെയും കുറച്ചുകൂടെ മനയുണ്ട്. ഇത് അത്രയും പോലും മനയില്ലല്ലോ. ഒരു അപ്പൂപ്പൻ്റെ ഇരിക്കുന്നുണ്ടോ ബിയറും കുടിച്ചുകൊണ്ട്. പുള്ളി ഉച്ചയ്ക്ക് ബിയറും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ.
ഇവിടെ ബാറൊന്നും ഉണ്ടല്ലേ ഫുഡ്. ഇതൊരു കുഞ്ഞി ബാറാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ ചിക്കൻ ഉണ്ട്, അവർ ചിക്കൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വഴുതനങ്ങയുണ്ടോ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. Is this brinjal? Allora, this is melanzana. Okay. With meat and egg and cheese. It's fantastic. This. Okay, so what kind of meat is that? Is it having pork? Yes, mix. Pork. No. I don't eat pork. It's okay. I'll go for this one? chicken. Yeah, one. Un panino di Anything without pork? No. No. No, it's only this. Okay, then you give me two. Two. Yeah. Perfect. Okay. Big. Okay. Where are you from? I'm from India. India. Yeah, I'm traveling. So From work to Taranto on... no, I'm traveling, so I have a connecting train now. Okay. So I just came out. I didn't see any restaurants. Thank you. Bye bye. അങ്ങനെ ഈ കാണുന്ന കടയിൽ നിന്ന് എന്തോ ഒരു ചിക്കൻ്റെ സാധനം എനിക്ക് അവർ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നു. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് വൈനും ബാക്കിയുള്ള സംഭവം അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഫുഡ് കിട്ടാനാ പാട്. എന്ത് കഷ്ടമാണ് അറിയാം. ഈ ഒരു സ്ഥലത്ത് ഇത് പഴയ കെട്ടിടങ്ങളാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്ര പഴയ കെട്ടിടങ്ങളായിരിക്കും ഇതൊക്കെയെന്ന്. ഉണ്ടല്ലേ? എന്നാലും ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ എനിക്ക് നമ്മൾ ഈ റോമും ബാക്കിയുള്ള സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇതുപോലുള്ള സ്ഥലങ്ങൾ വെരി ഓൾഡ് ബിൽഡിങ്സ്. നോക്കൂ, ഇതൊരു ചെറിയൊരു ഗല്ലി. നമ്മൾ ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ, ഓൾഡ് ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു ഗല്ലി. ശരിക്കും ഉണ്ടല്ലോ, ഇത്രയും ദാരിദ്ര്യമൊക്കെ ഇവിടെ ഇറ്റലിയിൽ ഉണ്ടെന്നുള്ളത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ദാരിദ്ര്യ സെറ്റപ്പ് അല്ലേ ഫുള്ള്. അയ്യോ, ഇതിലും ദാരിദ്ര്യം നമുക്ക് കാണാൻ സാധിക്കും ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിനും. ഈ ഒരു ചെറിയ ഒരു സ്ഥലത്ത് പോലും നമുക്ക് മിഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇന്ത്യക്കാരെ കണ്ടില്ല, ബംഗ്ലാദേശികളെ കണ്ടു ഞാൻ. എന്ത് നാറ്റമെന്നറിയോ ചില സ്ഥലത്ത്, എന്തോ മീനിൻ്റെ വാടയോ അങ്ങനെ എന്തൊക്കെയോ ഒരു വൃത്തികെട്ട വാടയുണ്ട് ചില സ്ഥലത്ത്. ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഓട്ടോറിക്ഷ. അയ്യോ, എന്തായാലും സംഭവം കാണാനൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു വേറെ കുറച്ചും കൂടെ ബെറ്റർ ഒരു ഏരിയ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു വില്ലേജാണ് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ ഈ കാണുന്നത്, ഒരു വില്ലേജ്. ഇവിടുന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നടക്കാൻ സമയമില്ല എന്നല്ല, എനിക്ക് വയ്യ. 1 കിലോമീറ്റർ ഉണ്ട്. 3, 8, 16, 27 ഇത്രയും നമ്പറിലുള്ള വണ്ടികൾ കിട്ടുമെന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ബാഗിലെ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് കുറയ്ക്കണം, വെയിറ്റ് കൂടിയിട്ടുണ്ട്. സൂനീർ തന്നെ ഉണ്ട് 2 കിലോ, പല സ്ഥലത്തുനിന്ന് പല രാജ്യത്തുനിന്ന് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങൾ. 3, 8, 16, 27, 28 നമുക്കുള്ള ബസ് വരുന്നുണ്ട്. 28 നമ്പർ ബസ് എൻട്രി. ഞാൻ ഇത്രയും ദൂരം നടന്നായിരുന്നു, ഞാനത് ആലോചിക്കുന്നു. ഞാനിപ്പോൾ ബസ്സിൽ കയറിയപ്പോഴും ആലോചിക്കുന്നു ഇത്രയും ദൂരം ഞാൻ നടന്നായിരുന്നു എന്ന്. ആ ബസ് റെയിൽവേ സ്റ്റേഷനകത്ത് കയറി വട്ടം കറങ്ങി വന്ന് പുറത്തിറങ്ങി ഒരു 200 മീറ്റർ മാറ്റി അപ്പുറത്ത് കൊണ്ടുവരും. ഇവിടെ ഒന്നും ബസ്സിൽ ഒരു ഒറ്റ മനുഷ്യൻ ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കാർഡ് ടാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ കാർഡ് ടാപ്പിംഗ് വർക്ക് ചെയ്തില്ല. അതുകൊണ്ടെന്താ ഫ്രീ ആയിട്ട് വന്നു, അല്ലാണ്ട് പിന്നെ ചെയ്യാം. ഞാനങ്ങനെ തിരിച്ച് ട്രെയിനിൽ കയറാൻ വേണ്ടിയുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. വെയിറ്റിംഗ്. 10 മിനിറ്റിന് ട്രെയിൻ വരും. അതാ നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിരിക്കുകയാണ്. ഇതും മറ്റേ റീജിയണൽ ട്രെയിൻ പോലത്തെ തന്നെ സെയിം ട്രെയിനാണോ? അടിപൊളി, പൊളിച്ച്. അയ്യോ, കുഞ്ഞ് ട്രെയിനാട്ടോ അത്. ഇതിനകത്താണല്ലേ അടുത്ത 3 മണിക്കൂർ ഇരിക്കേണ്ടത്. പൊളിച്ച്. എനിക്ക് വയ്യ. എന്തായാലും സംഭവം പൊളിയായിരിക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്താ സംഭവം? ഇതകത്ത് കയറാനുള്ള ഡോറല്ലേ ഇത്? ആണോ? ആർക്കറിയാം എന്താ സംഭവം. ഇതിനകത്ത് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ നമ്പർ സീറ്റ് അല്ല 10A 10A ആണ് എൻ്റെ. ഇതിനകത്ത് മൊത്തം സാധനങ്ങളൊക്കെ ആണല്ലോ, ആൾക്കാരുടെ സാധനങ്ങളൊക്കെ. എൻ്റെ സീറ്റിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു സാരമില്ല, പോട്ടെ, മാറിയിരുന്നു അവരവിടെ ഇരുന്നോട്ടെ. നമുക്ക് എന്തായാലും ഇവിടെ വിൻഡോ സീറ്റ് ഉണ്ട്. ഇത് താഴെ മേളിലുമായിട്ടൊക്കെയുള്ള അങ്ങനത്തെ എന്തോ സെറ്റപ്പൊക്കെയാണ്. ഇപ്പോഴത്തെ വെയിലാണോ? പണിയല്ലോ. ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ കഴിക്കാൻ തീരുമാനിച്ചു. കഴിക്കണമല്ലോ, വിശക്കുന്നല്ലോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പറക്കുവാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഇൻ്റർസിറ്റി ട്രെയിനുകളാണ്. ഇൻ്റർസിറ്റി ട്രെയിനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഹൈ സ്പീഡ് ട്രെയിനുകളായിരിക്കും ഇവരൊക്കെ. അതായത് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നത് പോലെ തന്നെ ഏകദേശം അതേ സ്പീഡിൽ തന്നെ ഓടുന്ന ഒരു പരമാവധി ഒരു 130-140 km/h വേഗതയിൽ ഓടുന്ന ഇവിടുത്തെ റീജിയണൽ ട്രെയിനുകളാണ്. അതായത് സിറ്റി ടു സിറ്റി പോകുന്ന ട്രെയിനുകൾ. അത്തരത്തിലുള്ള ട്രെയിനുകളിലാണ് ഞാനിപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഐഫോൺ
പ്രിയപ്പെട്ട ആപ്പിൾ, ഈ നിങ്ങൾ പോയിട്ട് വല്ല തെണ്ടിത്തരം പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. നിങ്ങളുടെ ഫോൺ വീണ്ടും വീണ്ടും സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശം ഐഫോണായിരുന്നു ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ iPhone 16 സീരീസിലുള്ള ഫോൺ. അയ്യോ, ഇതുപോലെ പന്നം പിടിച്ച സാധനമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഇറക്കരുത്. റെക്കോർഡായെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത്തെ ടേക്ക് എടുക്കുന്നത്. ഇടയ്ക്ക് ഈ സ്റ്റക്കാവുന്ന പരിപാടിയൊക്കെ നിന്നാ ഇതിപ്പോൾ വീണ്ടും തുടങ്ങി. പിന്നെ പല പരിപാടിയാണെന്നറിയാം. എനിക്ക് പല വിരലും കാണിക്കണം എന്നുണ്ട് നിങ്ങളെ. ഇവിടെ മൊത്തം കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഒലിവ് കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്കി എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അതുപോലെ ഓരോ സ്ഥലത്ത് പല തരത്തിലുള്ള കൃഷികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും യൂറോപ്പിൽ പല രാജ്യങ്ങളും കൃഷികൾ, പ്രത്യേകിച്ച് ഈ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിന് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളൊക്കെ കൃഷിയിൽ ടോപ്പാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഫലഭൂയിഷ്ടമായ മണ്ണും പിന്നെ ജലത്തിൻ്റെ ദൗർലഭ്യവും കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. റീജിയണൽ ട്രെയിനിലെ ടോയ്ലറ്റാണിത് കണ്ടത്. റീജിയണൽ ട്രെയിനിലെ ടോയ്ലറ്റ് ഇത് ആക്ച്വലി ഫിസിക്കലി ചലഞ്ച് ആയിട്ടുള്ള ആളുകൾക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന സംഭവമാണ്. അതാണ് ബേസിക്കലി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തുറക്കണ്ട. അതാണ് സംഭവം. ഇത്രയും വലിയ ഒരു ടോയ്ലറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഇതാണ് ഫസ്റ്റ് ക്ലാസ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. എൻ്റെ ടിക്കറ്റ് എക്സാമിനർ വന്ന് ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞ് വിളിച്ചെണീറ്റിപ്പിച്ചിരിക്കുന്നു. വലത്തോട്ടിറങ്ങി നോക്കിയപ്പോഴത്തേക്കും ദേ നമ്മൾ കടൽ തീരത്തോടെ പോകുന്നത്. വീണ്ടും എന്ത് ഭംഗിയുള്ള കടലാണെന്നറിയാം ഇവിടെ. ഈ ഗ്രീസും അതേപോലെ തന്നെ ഇറ്റലിയും ഈ ഇതൊക്കെ നല്ല, പ്രത്യേകിച്ച് ഈ അഡ്രിയാറ്റിക് സീ, മെഡിറ്ററേനിയൻ സീ ഒക്കെ ഭയങ്കര ഭംഗിയാണ്. തിര പോലും ഇല്ല നോക്കിവിടെ. ആ കടൽ തീരത്തോടെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ മന്ദമന്ദമല്ല പറന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്തായിരിക്കും തിരയൊന്നും ഇല്ലാതിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ചെറിയ ഷാലോ വാട്ടർ, പക്ഷെ ബീച്ചില്ല. എല്ലായിടത്തും ഇത്തരത്തിലുള്ള പെബിൾസ് കിടക്കുകയാണ്. ബീച്ച് എന്ന് പറഞ്ഞ സംഭവമില്ല. സാധാരണ കടലെടുക്കുകളിലാണ് ഇത്തരത്തിൽ നമുക്ക് കടൽ കാണാൻ സാധിക്കുന്നത്. ഇത് പക്ഷെ കടലെടുക്കാണെന്ന് തോന്നുന്നില്ല. ഇവിടെ കടൽ തീരത്തൊരു ചെറിയ കോട്ടയോ ക്യാസിലോ എന്ത് സംഭവം കണ്ടിട്ടൊരു ക്യാസിൽ പോലുണ്ടല്ലോ. അടിപൊളിയാണല്ലോ. വാവ്. ആ ക്യാസലിൻ്റെ അടിയിലൂടെ നമ്മളിപ്പോൾ വന്നത് ചെറിയൊരു ടണല്. മറീന എന്നൊരു ഒരു ചെറിയൊരു പട്ടണമാണിത്. ആ ഒരു പട്ടണത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറീന ചെറിയൊരു ഒരു ഗ്രാമം തന്നെ, അത്രേ ഉള്ളൂ. ഗ്രാമം, പട്ടണം എന്നൊന്നും പറയാനില്ല, ഗ്രാമം. റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് ഇങ്ങനെ വീടുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാം. എല്ലാം സീ ഫേസിങ് വീടുകളാണ്. ഇതൊക്കെ ടൂറിസം ആളുകൾ വരുന്ന സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കേട്ടോ. ഇവിടെ അങ്ങനെയാണെന്ന് പറയുക ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, പക്ഷെ അവിടെ നിർത്തിയില്ല ട്രെയിൻ. അത്രയും ചെറിയ സ്ഥലമാണ്. ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണെങ്കിലും എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഗ്രീസും ഞാൻ ഇതുപോലെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഗ്രീസ് സത്യം പറയാൻ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ച് കളഞ്ഞു, എക്സെപ്റ്റ് ഒരു സ്ഥലം. ആ കടൽ തീരത്തോടെ ആ ട്രെയിൻ ഇങ്ങനെ പോകുന്ന പറയുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും വിജനമാണ്. അതായത് ഒരു വീടോ സ്ഥലങ്ങളോ ഒന്നുമില്ല. ഒരു ഗ്രാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ 1/4 മണിക്കൂർ അല്ലെ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ആയിരിക്കും ട്രെയിൻ പോകുന്ന സമയത്തൊന്നുമില്ല. ശരിക്കും പെബിൾസ് ആണ് കംപ്ലീറ്റ്. പെബിൾ ബീച്ചുകളാണ്. ഈ ഭാഗത്ത് കുറേ ബീച്ച് കാണാം കണ്ടോ. പെബിൾസ് ആണ്, പെബിൾ ബീച്ച്. അതായത് മണ്ണിൻ്റെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ മണ്ണുള്ള ബീച്ചല്ല, പെബിൾ ബീച്ചുകളാണ്. എന്ത് ഭംഗിയല്ലേ. ഞാൻ ഒരു തരത്തിലുള്ള എഡിറ്റിങ് ചെയ്യാതാണ് ഈ വീഡിയോ ഇട്ട് തരുന്നത്. കാരണം ഒരു കളറിലുള്ള കളർ കറക്ഷനോ കളർ കയറ്റോ കൂട്ടോ കുറയ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല. ആ പച്ചപ്പോ നീല കളറൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. ഇങ്ങനെ ട്രെയിനിൽ ഇതിങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ ആ ഒരു ബീച്ചും ഈ പച്ചപ്പും കൂടെ കണ്ടുകൊണ്ടിരിക്കാൻ അതൊരു പ്രത്യേക ഫീലാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കടൽ തീരം വിട്ടിട്ട് നമ്മളിപ്പം മധ്യഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇറ്റലിയുടെ മുകളിൽ ബാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് താഴെ ഭാഗത്തുള്ള ഒരു ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഐലൻഡിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു സർപ്രൈസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇത്രയും നേരം നമ്മുടെ സംഭവം, അതായത് കടൽ ഇപ്പുറത്തായിരുന്നെങ്കിൽ ഇപ്പോൾ കടൽ അപ്പുറത്തായിരിക്കണം. കണ്ടിരുന്നെങ്കിൽ ട്രെയിൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ലേറ്റാണ്. 16:15 നമ്മൾ ലമേസിയ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തുക. ഇത് അതും കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് എങ്ങോട്ടോ പോകുന്ന ട്രെയിനാട്ടോ ഇത്. 150 km/h സ്പീഡിലാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 150 km/h. നമ്മൾ ലമേസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ലമേസിയ
ഇവിടെ നിന്ന് എനിക്കിപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഒന്ന് എനിക്ക് അരമണിക്കൂറിലൊരു ട്രെയിനുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നൊരു ട്രെയിനുണ്ട്, അതിന് 1 മണിക്കൂർ സമയമുണ്ട്. പക്ഷേ നമ്മുടെ ട്രെയിൻ 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഇനി അതില്ല. ഇത് മറ്റേ റെയിൽ ബസ്സാണ് കണ്ടില്ലേ, ഇവരുടെ മറ്റേ ചെറിയ ഡിസ്റ്റൻസിൽ പോകുന്ന റെയിൽ ബസ്. ഉള്ള പരിപാടി ഉള്ള സംഭവം. ഈ ട്രെയിൻ ഇറ്റാലിയ എന്നാണ് ഇവരുടെ ട്രെയിൻ കമ്പനിയുടെ പേര്. ട്രെയിൻ ഇറ്റാലിയ. ഹിറ്റാച്ചിയുടെ ലോക്കോ അല്ല, ഹിറ്റാച്ചിയുടെ ട്രെയിനായിരുന്നു ഇത്, ഹിറ്റാച്ചി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് പ്രോഹിബിറ്റഡ് ആണ്, ഫൈൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് നമുക്കിനി അടുത്ത ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്, എങ്ങനെയാണ്, ചിലപ്പോൾ മിക്കവാറും അതായിരിക്കും, നോക്കട്ടെ. അല്ലേ ഇവിടെ നിന്നെങ്കിലും വരുന്ന ട്രെയിനൊക്കെ ആയിരിക്കും. നല്ല കിടിലൻ അണ്ടർപാസ്, എല്ലാം നല്ല വൃത്തിക്ക് എത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ റെയിൽവേ ഒക്കെ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതുകൊണ്ട് ഡിജിറ്റൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഏതാ ട്രെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്ത് സെറ്റപ്പാണ് അല്ലേ ഇത്. റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ കൊതിയായിരുന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫ്ലെക്സ് ബസ് കിടപ്പുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് കടകളും മറ്റുമൊക്കെ ഉണ്ട്. അയ്യോ ഭാഗ്യം, നല്ലൊരു വീട്, നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് അല്ലേ. ഈ സ്നാക്ക് ബാർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇത് ലിക്കർ ഷോപ്പാണ് ഗൈസ്. അതായത് ലിക്കർ ഷോപ്പല്ല, മദ്യം കിട്ടുന്ന കടയാണ്. ഇവിടെ മദ്യവും കോഫിയും സ്നാക്സും എല്ലാം കിട്ടുന്നുണ്ടോ? അതൊക്കെ ഇതുണ്ടോ പരിപാടി, എല്ലാം കിട്ടും. സ്നാക്ക് ബാർ വേണമെങ്കിൽ ചെറുതിനെണ്ണം അടിച്ചിട്ട് പോകണമെങ്കിൽ പോവാം. അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ലമേസിയ ടെർമിനൽ എന്നാണെന്ന് തോന്നുന്നു. ഇതൊരു സ്റ്റേഷൻ ബാർ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സ്റ്റേഷൻ ബാർ, റെസ്റ്റോറൻറ്റ്, പിസേറിയ. ഇവിടെ പിസ്സ ഷോപ്പൊക്കെ ഉണ്ട്. വിശപ്പുള്ളപ്പോൾ നമുക്കൊരു കുന്തവും കിട്ടത്തില്ല, വിശപ്പില്ലാത്തപ്പോൾ എല്ലാ കുന്തവും കിട്ടും, എല്ലാ കുന്തവും ഉണ്ടാവും. അതാണ് അവസ്ഥ. എന്തല്ലേ ഇവിടെ എല്ലാം ബാറാണല്ലോ. അവിടെയും ബാറ്. ലോകത്ത് എവിടെ ചെന്നാലും റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ബാറുണ്ടാവും അല്ലേ? അതെന്തായിരിക്കും അങ്ങനെ? ഇത് കണ്ട് ഗ്രാൻഡ് ഹോട്ടൽ ലമേസിയ എന്നും പറഞ്ഞുകൊണ്ട്. ഇങ്ങോട്ട് റൂം എടുത്ത് കൂടണോ? വേണ്ട, നമുക്ക് ഫർദർ മുന്നോട്ട് പോവാം, അതല്ലേ നല്ലത്. ഫ്ലെക്സ് ബസ് കിടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്തായിരിക്കും ഇവിടെയുള്ള ബസ് സർവീസുകളെല്ലാം, ഇൻ്റർസിറ്റി ബസ് സർവീസുകളെല്ലാം ഉണ്ടാകുക. ഇത് ഇവിടെ നിന്ന് റോമിലേക്ക് പോകുന്ന എന്ത് സൗണ്ടാണ് ഇത്? ഇതിവിടെ നിന്ന് റോമിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനാണ്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം മറ്റേ ലോക്കോ ഉള്ള ട്രെയിനാണ്, അതായത് ഇൻ്റർസിറ്റി ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ. ഇവിടെ എന്താ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര തിരക്ക്. ഇത് വേറൊരു ട്രെയിനാണ്, ഇതും റോമിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇത് ഇവരുടെ ഫ്രസിയാർജൻറ്റോ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഫാസ്റ്റ് ട്രെയിൻ ഇല്ലേ, ആ ഫാസ്റ്റ് ട്രെയിനിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ട്രെയിനാണ് ഈ കാണുന്നത്. ഇപ്പുറത്ത് വേറെ ട്രെയിൻ വന്നു. ഇത് ആക്ച്വലി ഞാൻ പോകേണ്ട ഡയറക്ഷനിലേക്ക് പോകുന്നതാണ് പാർഷ്യലി, പക്ഷേ ഞാൻ ഇത് കയറുന്നില്ല, കാരണം കയറിയിട്ട് കാര്യമില്ല. നമുക്ക് പോകേണ്ട ട്രെയിൻ ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വരും, നമുക്ക് അതിൽ തന്നെ പോകാം. ഇത് കണ്ടോ, വീൽ ചെയർ പാസഞ്ചേഴ്സിനെ ട്രെയിനിനുള്ളിലേക്ക് കയറ്റുന്നതിന് വേണ്ടി, ലിഫ്റ്റ് ചെയ്ത് കയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. അതുകൊണ്ടല്ലേ ഇവിടുത്തെ ട്രെയിൻ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആക്ച്വലി ഇവിടെ ഈ ബാഗ് കൊണ്ട് നിൽക്കുകയായിരുന്നേ. അപ്പോൾ ഈ ട്രെയിൻ വിടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സ്റ്റാഫ് വന്നതിനോട് ചോദിച്ചു, നീ കയറുന്നില്ലേ ട്രെയിനിൽ? ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ ട്രെയിനിലാണ് പോകുന്നത്. ഓക്കെ ഫൈൻ. അവർക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ റോമിലേക്കുള്ള ആ ട്രെയിൻ പോയി. ഇതൊക്കെ മിക്കവാറും പാതിരാത്രിക്ക് രാവിലേക്ക് ആകുമ്പോഴേ റോമിലെത്തുള്ളൂ, കാരണം ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് റോമിലേക്ക്. അങ്ങനെ ഇനിയിപ്പോൾ 5:30 ട്രെയിനിൽ കയറി രാത്രി 10:00 ഞാൻ എത്തുള്ളൂ. സോ വി ബൈ സം ഫുഡ്. എന്താ സെൻട്രൽ തബാച്ചി, ഇതെന്താ സംഭവം? തബാച്ചി എന്ന് പറയുന്നത് എനിക്കൊന്ന് ഗ്രോസറി സ്റ്റോർ പോലത്തെ അല്ല, മറ്റേ ടുബാക്കോയാണ്, സിഗരറ്റ് ഷോപ്പാണ്. നമ്മുടെ റോള് പോലത്തെ ഒരു സാധനം കണ്ടോ. ഇത് മീറ്റൊന്നുമല്ല, ഇത് പൊട്ടറ്റോയും റൈസും പിന്നെ വേറെന്തോ സാധനങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഓരോന്ന് എടുക്കാൻ പറഞ്ഞു. എനിക്ക് അപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഹോട്ടലല്ല, ഇതിൻ്റെ മുമ്പിൽ ചെറിയ ചെറിയ ഹോട്ടലുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങിച്ചത്, എനിക്ക് കൊള്ളാം കേട്ടോ, അത് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രുചിയുണ്ട്. 1 രൂപ വെള്ളം കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് അതേക്ക് പോകാം. ഇവിടെ ഉണ്ട് കേട്ടോ, ചില റൂട്ടുകളിലേക്കൊക്കെ ബസ് ഓടിക്കുന്നുണ്ട് റെയിൽവേ. അയ്യോ, അങ്ങനെ ഞാനൊരു കുപ്പി വെള്ളവും, എൻ്റെ വെള്ളം തീർന്നു, ഞാൻ കുപ്പി വാങ്ങിച്ചു. സാറിന് ഇപ്പോൾ ഞാൻ കുപ്പി വാങ്ങൽ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ വെള്ളം തീർന്നുകൊണ്ട് വാങ്ങിച്ചു. കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് മൊത്തം ട്രെയിനിലാണ് കേസ്. മടുത്ത് ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് മടുത്തെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും, എവിടെയെങ്കിലും ഇറങ്ങും. അയ്യോ, നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ട്രെയിൻ റോമിൽ നിന്നും വരുന്ന ട്രെയിനാണ്. അത് റോമിൽ നിന്ന് രാവിലെ വിട്ട ട്രെയിനാണ്. 15 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വരുന്നത്. ഈ ട്രെയിന് സിറാക്കൂസ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. അപ്പോൾ സിറാക്കൂസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ രാത്രി 10:30 എത്തുള്ളൂ. അവിടെ നിന്ന് വീണ്ടും ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് പൊസാലോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് നമുക്ക് ഫെറി കിട്ടുക. അപ്പോൾ നാളെ ഫെറി ഉള്ളത് രാവിലെ 9 മണിക്കും വൈകിട്ട് 9:00 ബെസ്റ്റ്. അതാണ് പ്രശ്നം, രാവിലെ 9 മണിക്കും വൈകിട്ട് 9:00. എന്നാ ചെയ്യുക? അപ്പോൾ രാവിലെ 9 മണിക്ക് പോകണമെങ്കിൽ യെസ്
the ticket, please. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിമാർ രണ്ടുപേരും വന്നിട്ട് നീ എന്നാ പരിപാടി കുറേ നേരം ആയാലും ഇവിടെ കിടന്ന് ചുറ്റി കറങ്ങുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നു, ടിക്കറ്റ് കാണിക്കാം, ടിക്കറ്റ് കാണിച്ചു ഒന്നും പറഞ്ഞില്ല, താങ്ക് യു ഗുഡ് ഡേ എന്ന് പറഞ്ഞു. ഞാൻ ടൈമിങ് മൊത്തത്തിൽ നോക്കി ഫുൾ ക്ലാഷ് ആയി കിടക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. നിങ്ങളെ ഈ യൂറോപ്പിൽ വന്നിട്ട് വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ അടപ്പിങ്ങനെ നമ്മൾ തുറക്കുമല്ലോ, തുറന്നു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഊരി മാറ്റാൻ പറ്റത്തില്ല. ഇതിങ്ങനെ സ്റ്റിച്ചഡ് ആയിരിക്കും, കണ്ടോ, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇതിങ്ങനെ ഊരി കളയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കുപ്പി കളയുമ്പോൾ കുപ്പിയുടെ കൂട്ടത്തിൽ അടപ്പും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ഭയങ്കര മെനക്കേടാണ്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കണമെന്നേ, ഇങ്ങനെ ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. യൂറോപ്പിലെല്ലായിടത്തും ഞാൻ ബൾഗേറിയ മുതൽ എനിക്കൊന്ന് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഓ അതാ എത്തിയിരിക്കുന്നു നമ്മുടെ ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് ആയിട്ട്. വാ, ഇത് നമ്മൾ വില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സ്റ്റേഷനുണ്ട്, വില്ല ജെന്നി അങ്ങനെ എന്താ പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. അവിടെ ചെന്നിട്ട് ഈ ട്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡ് വേറൊരു ഭാഗത്തേക്കും പുറകിലത്തെ വശം വേറൊരു ഭാഗത്തേക്കൊക്കെ പോകും. അങ്ങനത്തെ ട്രെയിനാണിത്. അതാണ് ഇത് 2 കളറ് 2 രീതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് എൻ്റെ സീറ്റ് ഞാൻ തപ്പട്ടെ. ഞാൻ ജസ്റ്റ് വന്ന് കയറി എൻ്റെ സീറ്റ് എവിടെയാണ്. അങ്ങനെ ഞാൻ ട്രെയിനിനകത്ത് കയറി. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞില്ലേ, 5:15 നേരെ ഇരുട്ടാറായി. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പുറത്ത് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന സിസിലി ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡല്ലേ, ആ ഐലൻഡിലേക്ക് ഈ ട്രെയിൻ പോകുന്നത് കപ്പലിൽ കയറിയിട്ടാണ്. യെസ്, ഈ ട്രെയിൻ കപ്പലിൽ കയറി പോകും. അതായത് നമ്മൾ പുറത്തിറങ്ങണ്ട, നമ്മൾ ഈ ട്രെയിനകത്ത് തന്നെ ഇരുന്നാൽ മതി. നമ്മൾ ഈ ട്രെയിനിൽ കയറി ഈ ട്രെയിൻ കപ്പലിൽ കയറിയിട്ട് അപ്പുറത്തെ ഐലൻഡിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ബാക്കി ട്രാക്കിലൂടെ പോകും. മനസ്സിലായോ? ഇല്ലല്ലേ? അത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്ത് പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് കാണിക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇന്ന് രാത്രിയാണ് കാണിക്കാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ ഞാനത് കാണിക്കും. മാൾട്ടയിൽ ഞാൻ ജസ്റ്റ് ഒരു 1 നൈറ്റ് താമസിക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ മാൾട്ടയിൽ താമസിക്കുന്നില്ല, കാരണം ചെറിയൊരു രാജ്യമാണ്. ഇനി ഈ ട്രെയിനിൽ 5 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക്. അതായത് നമ്മൾ രാത്രി 10:30 ആകുമ്പോഴേ നമ്മൾ അവിടെ എത്തുകയുള്ളൂ. ഓരേ വണ്ടിയൊക്കെ അടുത്തൂടെ പോകുന്നു, അടിപൊളി. അപ്പോൾ രാത്രി 10:30 ആകുമ്പോഴേ നമ്മൾ അവിടെ എത്തുകയുള്ളൂ. രാവിലെ 5:30 അടുത്ത് ട്രെയിനിൽ കയറുകയും വേണം. എനിക്ക് ട്രെയിനിലെ ഈ ടേബിൾ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിങ്ങനെ മടക്കി വയ്ക്കാം, പിന്നെ നമുക്ക് എന്തെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം, വർക്ക് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ഫേസ് ടു ഫേസ് ടേബിൾ സീറ്റ്. നമുക്കിത് പറഞ്ഞ് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കംഫർട്ടബിളാണ് കേട്ടോ സാധനം. പിന്നെ ഇതിനകത്ത് ഹീറ്റിംഗ് സിസ്റ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എനിക്കറിയത്തില്ല. ഒരു നല്ല മീഡിയം ടെമ്പറേച്ചറാണ് ഇതിനകത്ത്, വലിയ ചൂടൊന്നുമില്ല, തണുപ്പുമില്ല. അങ്ങ് ദൂരെ അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ വാങ്ങിച്ച സാധനം. ഇത് നമ്മുടെ നാട്ടിൽ മീറ്ററുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് ഒരു സാധനമാണ്. ഒരെണ്ണത്തിനകത്ത് പൊട്ടറ്റയായിരുന്നു, ഞാൻ കഴിച്ചു. ഇതിനകത്ത് റൈസാണ് ഫില്ലിങ്, അതെന്തൊരു മാവിൽ മുക്കി വറുത്തിരിക്കുക. ഇത് വേറെ സാധനം, ഇത് കറുത്ത കളറാണ്. എന്നത് മീറ്റല്ല, എന്തോ സാധനം എന്താണെന്നറിയില്ല. ഇതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. ടണലാണ് മൊത്തം, ടണലോടെ ടണൽ. അങ്ങനെ നമ്മളിപ്പോൾ വില്ല സാൻ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റേഷനിലായിരുന്നു. വില്ല അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ഇവിടെ നിന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ ട്രെയിന് ഒരു കപ്പലിൽ കയറ്റിക്കൊണ്ടായിരിക്കും ഇനി പോകുന്നത്. നമുക്ക് രാത്രിയാണെന്നും കാണാൻ പറ്റത്തില്ല, എന്നാലും കപ്പലിൽ കയറ്റിക്കൊണ്ടായിരിക്കും ഈ ട്രെയിൻ ഇനി പോകുന്നത്. ഈ കാണുന്ന ട്രെയിൻ എല്ലാം കപ്പലിൽ കയറി പോകുന്ന ട്രെയിനുകളായിരിക്കും. ഇത് ഇവരുടെ സ്ലീപ്പർ ട്രെയിനാണ് കേട്ടോ. ഇത് അടിപൊളി. ഇത് കണ്ടോ, ഇത് ഈ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന, അതായത് 10-15 മണിക്കൂറൊക്കെ പോകുന്ന ഈ ട്രെയിനിനകത്ത് വരെ ഇത് കണ്ടില്ലേ, ബൈക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ബൈക്ക് പാർക്കിംഗ് ഏരിയ, പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വീൽ ചെയർ ഇടാനുള്ള സ്ഥലം. പിന്നെ ഇതെന്താ, ഇത് കഫേയാണോ? വാവ്, വെൻഡിങ് മെഷീനുകൾ ട്രെയിനിനകത്തുള്ള സെറ്റപ്പാണ്. ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഇല്ല. ഇതിനകത്ത് കാപ്പിക്കുരുവൊക്കെ വെച്ചിട്ടുണ്ട്, കോഫി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്നാക്സും അതേപോലെ തന്നെ വെള്ളം, പിന്നെ റെഡ് ബുള്ള്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ, കുറച്ച് ചെറിയ ബേസിക് സ്നാക്സൊക്കെ ഉള്ള ഒരു വെൻഡിങ് മെഷീനിൻ്റെ ഷോപ്പ്. എന്നിട്ട് അത് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുക, അത്രയുള്ള സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കപ്പലിൽ കയറാൻ വേണ്ടി പോവുക. ഇത് കപ്പലിൽ കയറ്റുന്ന സംഭവം പുറത്ത് നിന്ന് ഉള്ള വീഡിയോസ് ഒന്നുമില്ല, ഞാൻ കുറേ നോക്കി. എൻ്റെ ദൈവമേ, ഇത് വേറെ ലെവല്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മുകളിൽ മറ്റേ ഡെക്കിലൊക്കെ പോയിരിക്കുക. അതിൻ്റെ മേളിൽ മറ്റേ ഡെക്കൊക്കെ ഉണ്ട്. ആ ട്രെയിനിൻ്റെ ഫെറിയുടെ മേളിലും ഇതേപോലെ തന്നെ ഇരിക്കാനുള്ള കസേരകളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ എങ്ങനെ ഉള്ളു ഈ ഫെറി. 1/2 മണിക്കൂർ മാത്രമുള്ള ഒരു ഫെറിയാണ്.
ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. കൊള്ളാമല്ലേ? ഇതും റെയിൽവേയുടെ തന്നെയാണ്. റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിൻ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഫെറിയാണ്. ഇത് യൂറോപ്പിലെ അവസാനത്തെ ട്രെയിൻ ഫെറിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ തിരിച്ച് വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അരമണിക്കൂറുണ്ടായിരുന്നു ഫെറി. ആ ഫെറി വന്ന് നമ്മൾ ഇപ്പുറത്തെ ലാൻഡിൽ വന്ന് നമ്മൾ സിസിലി എന്ന് പറയുന്ന ഇവരുടെ ഐലൻഡിൽ വന്ന് നിർത്തി നമ്മുടെ ട്രെയിൻ ആദ്യം ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് അപ്പുറത്ത് കിടക്കുന്ന ആ റേക്കും കൂടെ ഇതിൻ്റെ പുറകെ കൊണ്ട് പിടിപ്പിക്കും. അങ്ങനെ എന്തൊക്കെയാണ് പരിപാടി. നമ്മളങ്ങനെ മെസീന സെൻട്രൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വന്നു. മെസീന സെൻട്രൽ. അയ്യോ, അപ്പോൾ 6 മണിക്ക് അപ്പുറത്ത് വന്നതാണ്. ഫെറിയിൽ കയറി ഇപ്പുറത്ത് വരാൻ 2 മണിക്കൂർ എടുക്കും. സമയം രാത്രി 9 മണിയായി. ട്രെയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയായി. ഒരു 5-6 പേരേ ഉള്ളൂ എൻ്റെ കോച്ചിൽ. ഇനി ഒരു 2 മണിക്കൂറും കൂടെ എടുക്കുക എത്താൻ. രാത്രി 11 മണിയാവും എത്താൻ. ഒരു മണിക്കൂറിൽ ഉറങ്ങി. ഞാൻ സത്യം പറഞ്ഞ ചടച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ ഇവിടെ നിന്ന് കപ്പലിൽ കയറി കപ്പൽ യാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങി. അവിടെ നിന്ന് കപ്പലിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് ഒരു 3-4 ട്രെയിൻ മാറി കയറിയാണ് നമ്മളിപ്പോൾ വന്നത് ഇവിടെ. സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് മതിയായി. എങ്ങനെയും പോയത് കിടന്നാൽ മതി. അയ്യോ, ട്രെയിനിൽ അധികം ആരും ഇല്ല. നോക്കി, ലാസ്റ്റ് സ്റ്റോപ്പായിട്ട് വന്നിട്ട് ഞങ്ങളാകെ 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ ഈ ട്രെയിനിൽ. അടിപൊളി. ഇനി ഞാൻ വരുന്ന വഴി നാളെ മാൾട്ടയ്ക്ക് പോകാനുള്ള മറ്റേ ഫെറി ഉണ്ടല്ലോ, ആ ഫെറി ബുക്ക് ചെയ്തു. രാവിലെ 9 മണിക്കാണ് ഫെറി. പക്ഷേ ആ ഫെറിയിൽ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 5:30 ഇവിടെ നിന്നുള്ള ഒരു ട്രെയിനിൽ കയറി 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വേറെ സ്ഥലത്ത് പോയി ഇറങ്ങി അവിടെ നിന്ന് എങ്ങനെയോ ഫെറി ടെർമിനലിൽ പോകണം. എന്നാലേ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ രാത്രി കിടന്നുറങ്ങി 11 മണിക്ക് കിടന്നുറങ്ങിയ 12, 1, 2, 3, 4, 4:30. 2, 3, 5 5.5 മണിക്കൂർ ഉറങ്ങാം. റെയിൽവേ സ്റ്റേഷനൊക്കെ അടച്ച് ഒന്നും ആരുമില്ല. എൻ്റെ ദൈവമേ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതുണ്ടോ? ഒരു മറ്റില്ല, എല്ലാവരും അടച്ച്. റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫ് പോലും പോയി. അതാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ അതാണ്ട് ഈ കാണുന്ന ഹോട്ടൽ കോമോ. ഇവിടെ ഞാൻ booking.com നിന്ന് മുറി ബുക്ക് ചെയ്തായിരുന്നു. 35 euro ആയിരുന്നു. 3500 രൂപ. ഇതാണ് റിസപ്ഷനിൽ തന്നെ ഇവിടെ താഴെ ഉള്ള ഒരു ചെറിയ മുറി. പണ്ടത്തെ സത്രമില്ലേ, ആ സെറ്റപ്പാണിത്. മനസ്സിലായില്ല? തുറന്നു നടക്കുകയാണെന്ന് തോന്നുന്നല്ലേ? ആണോ? തുറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതാണ് എൻ്റെ മുറി. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ കിട്ടിയ മുറി. എത്രയും പെട്ടെന്ന് കിടന്ന് ഉറങ്ങട്ടെ, വേറെ വഴിയില്ല. എനിക്ക് ഉറങ്ങാതെ പറ്റത്തില്ല. രാവിലെ ബാത്റൂം എല്ലാം ഉണ്ട് കേട്ടോ. മൂട്ടയൊന്നും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. നൈസ്. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. നമ്മൾ നാളെ മാൾട്ടയിൽ പോകുന്നു. മാൾട്ടയിൽ പോകുന്ന കാഴ്ച 1.5 മണിക്കൂറത്തെ കപ്പലേ ഉള്ളൂ കേട്ടോ. 1.5 മണിക്കൂറത്തെ കപ്പൽ യാത്ര. മാൾട്ടയിൽ പോകുന്ന കാഴ്ചകൾ നാളെ കാണിച്ചു തരാം. ഓക്കെ, ബൈ.